എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ സക്കേവൂസിൻ്റെ മാനസാന്തര സംഭവത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ഒരു സ്റ്റെപ്പ് ദൈവത്തിങ്കലേക്ക് വയ്ക്കുമ്പോൾ ദൈവം 10 സ്റ്റെപ്പ് നമ്മിലേക്ക് വയ്ക്കുന്ന ഒരു പ്രതീതിയാണ് സക്കേവൂസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സക്കേവൂസ് യേശുവിനെ കേട്ടിരുന്നു, എന്നാൽ ആദ്യം കാണാനായി താല്പര്യം കാണിച്ചിരുന്നില്ല. ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 2 കാര്യം സുവ്യക്തമാണ്. ഒന്ന്, സക്കേവൂസ് ഒരു വലിയ പുള്ളിയാണ്, അധികാരമുള്ളവനാണ്, ധനാഢ്യനാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സ്വാധീനമുള്ളവനാണ്, സ്ഥാനമാനങ്ങളുള്ളവനാണ്. രണ്ടാമത്, അദ്ദേഹം യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഒരുപക്ഷെ പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളതാകാം, അല്ലെങ്കിൽ യേശുവിനെ കണ്ടിട്ടുള്ളവരിൽ നിന്ന് കേട്ടിട്ടുള്ളതാകാം. ഇത് രണ്ടും തന്നെ നല്ല കാര്യങ്ങളാണ്. യേശുവിനെക്കുറിച്ച് സക്കേവൂസ് കേട്ടിട്ടുള്ളത് നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് സക്കേവൂസിന് യേശുവിനെ കാണാനായിട്ടുള്ള താല്പര്യമുണ്ടാകുന്നു. ഇതിലൂടെ നമുക്കും നൽകുന്ന ഒരു സന്ദേശം, ക്രിസ്ത്യാനി പ്രേഷിതനാണ്, യേശുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കടമയും ഉത്തരവാദിത്വവും ഉണ്ട് എന്നാണ്. കേട്ടാൽ മാത്രമേ കാണാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് സക്കേവൂസ് വയ്ക്കുകയാണ്. യേശുവിനെക്കുറിച്ച് കേട്ടു. രണ്ടാമതായി സക്കേവൂസ് വെക്കുന്ന സ്റ്റെപ്പ് കാണാനുള്ള ആഗ്രഹം. ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3-ാം വാക്യം, യേശു ആരെന്നു കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. സക്കേവൂസിന് ഇപ്പോൾ ചില തടസ്സങ്ങളാണ്. സക്കേവൂസിന് ശാരീരികമായി പൊക്കം കുറവ് ഉണ്ടെങ്കിലും സമൂഹത്തിൽ പൊക്കം കൂടുതലുള്ളവനാണ്. കാരണം അവനൊരു അധികാരിയാണ്, അവൻ സ്വാധീനമുള്ളവനാണ്, അവൻ സമ്പന്നനാണ്, അങ്ങനെ തലയെടുപ്പുള്ള വ്യക്തിയാണ് സമൂഹത്തിൽ. പക്ഷേ ശാരീരികമായി സക്കേവൂസിന് അല്പം പൊക്കക്കുറവ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. ചില തടസ്സങ്ങൾ ദൈവത്തെ കാണാനായിട്ട്, അറിയാനായിട്ട്. ഞാൻ തിരക്കുള്ളവനാണ്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസാക്ഷി അനുസരിച്ച് നന്നായിട്ട് ജീവിക്കുന്നു, എനിക്കാരുടെയും ഉപദേശവും മറ്റുള്ളവരുടെ കാര്യങ്ങളും എനിക്കറിയണ്ട, ഇങ്ങനെയൊക്കെ ഓരോ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട്
ദൈവത്തെ അറിയാൻ കിട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്താതെ ജീവിക്കുന്ന വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തെ അറിയാൻ കിട്ടുന്ന അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തണം എന്ന് സക്കേവൂസിൻ്റെ ഈ ജീവിത സംഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടുകയാണ്. മൂന്നാമതായി സക്കേവൂസ് വയ്ക്കുന്ന സ്റ്റെപ്പ്, യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി. സക്കേവൂസ് ഒന്ന് ഉറപ്പിച്ചാൽ ഉറപ്പിച്ചതാണ്, തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. യേശുവിൻ്റെ പ്രവർത്തന ഷെഡ്യൂള് സക്കേവൂസ് മനസ്സിലാക്കി. യേശു അതുവഴിയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സക്കേവൂസ് നേരത്തെ തന്നെ ആരും അറിയാതെ ആരും കാണാതെ സിക്കമോർ മരത്തിൽ കയറി ഇരിപ്പുറപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു സംഭവം ഓർമ്മ വരികയാണ്. ഞാൻ ഇടവകയിൽ വികാരിയായിരിക്കുമ്പോൾ ഞായറാഴ്ച കുർബാന ആ പള്ളിയിൽ 6:30 മണിക്കാണ്. 5:30 മണിക്ക് കപ്പിയാരത്തി പള്ളി മണിയടിക്കും, പള്ളി തുറക്കും, ലൈറ്റിടും, മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കും. പള്ളി തുറക്കുന്നതിന് മുമ്പ് തന്നെ 2 പാവപ്പെട്ട സ്ത്രീകൾ, വിധവകളാണ്, പ്രായമുള്ളവരാണ്, ആ പ്രധാന വാതിലിൻ്റെ പടിക്ക് മുമ്പിൽ വന്ന് കാത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളി തുറന്ന ഉടൻ തന്നെ പള്ളിയിൽ പ്രവേശിക്കാൻ, അൾത്താരയുടെ മുമ്പിൽ ചെന്ന് സ്ഥലം പിടിക്കാൻ, കുർബാനയിൽ സജീവമായി പങ്കെടുക്കാൻ, പള്ളിക്കകത്ത് സാധിക്കാവുന്നിടത്തോളം സമയം ചിലവഴിക്കാൻ. എന്തൊരു നല്ല ഒരു കാര്യമാണ്. എന്നെപ്പോലും അത് ലജ്ജിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു വൈദികനായ ഞാൻ പോലും പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്. ദൈവത്തെ കാണാനും അനുഭവിക്കാനും വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും കിട്ടുന്ന അവസരങ്ങളിൽ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി ദൈവാനുഭവത്തിൽ വളരുന്നതിന് പലപ്പോഴും മാന്ദ്യം വരുത്തിയിട്ടുണ്ട്. യേശുവിനെ കാണാൻ സക്കേവൂസ് മൂന്നാമത്തെ സ്റ്റെപ്പായി എടുക്കുന്നത് അവൻ മുമ്പേ ഓടി എന്നുള്ളതാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്, യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി. സക്കേവൂസ് ഇപ്പോൾ അതീവ തീഷ്ണമതിയായി മാറുകയാണ്. എനിക്ക് യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹത്താൽ അവൻ യേശുവിൻ്റെ യാത്രയുടെ ഷെഡ്യൂൾ മനസ്സിലാക്കി. യേശു എപ്പോൾ യാത്ര പുറപ്പെടും, എപ്പോൾ ആ വഴി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സക്കേവൂസ് മുമ്പേ ഓടുകയാണ്. നേരത്തെ പോയി സ്ഥലം പിടിക്കാൻ, എനിക്ക് യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി. ഇവിടെ യേശുവിനെ കാണാനുള്ള ആഗ്രഹം ഏതൊരു ക്രൈസ്തവൻ്റെയും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ യേശുവിനെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കൂ, യേശു നൽകുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് മനസ്സ് കാണിക്കൂ, യേശുവിൻ്റെ ജീവിത മാതൃക നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. 4-ാമത്തെ സ്റ്റെപ്പായി നമ്മൾ കാണുന്നത് ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലെ അവസാന ഭാഗം, ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. സക്കേവൂസ് ഇപ്പോൾ ചെയ്യുന്നത് മാന്യന്മാരുടെ പണിയല്ല.
സമൂഹത്തിൽ സ്ഥാനമാനമുള്ളവർ ചെയ്യുന്ന കാര്യമല്ല ഇത്. മരക്കയറ്റം. സക്കേവൂസ് ഈശോയെ കാണാൻ വേണ്ടി എന്തു ത്യാഗം സഹിക്കാനും നാണം കെടാനും തയ്യാറാകുന്നു. ആരും കാണാതെ മരത്തിൽ കയറി സക്കേവൂസ് ഇപ്പോൾ ഇരിക്കുകയാണ്. തനിക്ക് യേശുവിനെ കാണണം, ആവോളം കാണണം, നന്നായി കാണണം. ഇതായിരുന്നു സക്കേവൂസിൻ്റെ ആഗ്രഹം. ഞായറാഴ്ചയിൽ കുർബാനയ്ക്കടയുന്ന വ്യക്തികൾ പലപ്പോഴും ഈ താല്പര്യത്തോടുകൂടെ വേണം ദിവ്യബലിയിൽ പങ്കെടുക്കാനെന്ന് സഭാപിതാക്കന്മാർ നമുക്ക് ഓർമ്മ നൽകുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർത്താവിൻ്റെ ദിവസം എന്ന പുസ്തകത്തിൽ ഞായറാഴ്ച കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. മറ്റു ദിവസങ്ങളുടെ രാജാവാണ് ഞായറാഴ്ചയെന്നും മറ്റു ദിവസങ്ങൾക്ക് അനുഗ്രഹം വാങ്ങിക്കൊടുക്കുന്ന ദിവസമാണ് ഞായറാഴ്ചയെന്നും ഓർമ്മപ്പെടുത്തുന്നു. ഞായറാഴ്ച കുർബാനയ്ക്ക് കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച് ആഘോഷമായി ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്നും ആ ആഘോഷം മറ്റു ദിവസങ്ങളിലേക്ക് അതൊരു അനുഗ്രഹമാക്കി മാറ്റണമെന്നും പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സക്കേവൂസ് ഇവിടെ കാണിക്കുന്നത് ഇതേ മനോഭാവമാണ്. മരത്തിൽ കയറിയിരുന്നു കൊണ്ട് തനിക്കാവോളം യേശുവിനെ കാണണം, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അഞ്ചാമതായി നമ്മൾ കാണുന്നത് യേശു അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് യേശുവിനെ കാണാൻ വേണ്ടി ഇങ്ങനെ 3-4 സ്റ്റെപ്പുകൾ ഇങ്ങനെ എടുക്കുമ്പോൾ യേശുവിൻ്റെ ആ തിടുക്കത്തിലുള്ള സക്കേവൂസിലേക്കുള്ള എത്തൽ വളരെ പ്രകടമാണ്. ഈശോ സക്കേവൂസിൻ്റെ ഈ സാഹസിക പ്രവൃത്തി കണ്ട് ഒത്തിരി ഇഷ്ടത്തോടുകൂടെ പറഞ്ഞതാകാം, സക്കേവൂസെ വേഗം ഇറങ്ങി വരിക. കാരണം എനിക്ക് നിന്നെ അടുത്തു കാണണം, നീ എന്നെ കാണാൻ വേണ്ടി ഇത്രയും സാഹസികമായ കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ എനിക്ക് നിന്നോടൊപ്പമായിരിക്കാൻ ഏറെ ഇഷ്ടം തോന്നുന്നു. ഞാനിന്ന് നിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. നീ നൽകുന്ന ഭക്ഷണവും കഴിച്ച് നിന്നോടൊപ്പം കുറേ സമയവും ചെലവഴിച്ച് ആവോളം പരസ്പരം പരിചയപ്പെട്ട് പരസ്പരം സംസാരിച്ച് നമുക്ക് ആയിരിക്കാമെന്ന ആഗ്രഹത്തോടു കൂടെ ഈശോ സക്കേവൂസിനോട് താല്പര്യത്തോടു കൂടെ അത് പറയുന്നു. സക്കേവൂസ് ഈശോയെ കാണാൻ കാണിച്ച അതേ തിടുക്കം, അതിലുപരിയായിട്ടുള്ള തിടുക്കം ഈശോയ്ക്ക് സക്കേവൂസിനെ കാണാൻ ഉണ്ടാകുന്നു. സക്കേവൂസ് ഇപ്പോൾ സാവൂള് കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വന്ന അതേ അവസ്ഥയിൽ സക്കേവൂസ് മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. സാവൂള് പൗലോസായി മാറുന്നത് പോലെ സക്കേവൂസ് ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുന്നു. ഈ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സക്കേവൂസ് ഇപ്പോൾ യേശുവിനോടൊപ്പം വീട്ടിലേക്ക് പോകുന്നു. യേശുവിനെയും കൂട്ടിയുള്ള യാത്രയാണ്. യേശു സക്കേവൂസിൻ്റെ വീട്ടിൽ എത്തുന്നു. സക്കേവൂസ് ആ അവസരത്തിൽ സന്തോഷതുന്തിലനാവുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ
അപ്പോൾ ഒരു പാപബോധത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ അലയടികൾ ഉണ്ടാവുകയാണ്. അദ്ദേഹം യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. അമിതമായ സ്വാർത്ഥതയാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി ഏത് മാർഗം ഉപയോഗിച്ചും സ്വത്ത് സംഭരിച്ചവനാണ് ഈ സക്കേവൂസ്. എന്നാൽ യേശുവിൻ്റെ പ്രവേശനം, യേശുവിൻ്റെ സാമീപ്യം സക്കേവൂസിന് അവാച്യമായ അനുഭൂതി ഉണ്ടാകുന്നു. സക്കേവൂസിനൊരു വലിയ വീടുണ്ട്, ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ഇഷ്ടം പോലെ അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യവുമുണ്ട്. പക്ഷേ അദ്ദേഹം അതുവരെയും അനുഭവിച്ചത് ശൂന്യതയായിരുന്നു. ശൂന്യതാബോധം, ഒന്നുമില്ലാത്ത അവസ്ഥ, ഒന്നും തൃപ്തിയില്ലാത്ത അവസ്ഥ. എത്ര ഉണ്ടായിട്ടും എന്തോ കുറവുള്ളതുപോലെയുള്ള മനോഭാവമായിരുന്നു സക്കേവൂസിനുണ്ടായിരുന്നത്. യേശുവിൻ്റെ സാമീപ്യം സക്കേവൂസിന് വളരെയേറെ സംതൃപ്തി കൊടുക്കുന്നു, അവാച്യമായ അനുഭൂതി അദ്ദേഹത്തിന് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തൽ നടത്തിയിട്ട് താൻ അന്യായമായി, അനാവശ്യമായി മറ്റുള്ളവരിൽ നിന്നും വസൂലാക്കിയതെല്ലാം തിരിച്ചു കൊടുത്തുകൊണ്ട് മോചനം പ്രാപിക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നു. ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. ഈശോ പറഞ്ഞു സക്കേവൂസിനോട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. കുടുംബനാഥൻ എങ്ങനെയോ അങ്ങനെ ആയിരിക്കും കുടുംബം. സക്കേവൂസ് നന്നായപ്പോൾ കുടുംബം ഒന്നാകെ നന്നാവുകയാണ്. സക്കേവൂസിന് കിട്ടിയ അനുഗ്രഹം കുടുംബത്തിന് ഒന്നാകെ കിട്ടുകയാണ്. യേശു ആ കുടുംബത്തിലെത്തിയപ്പോൾ കുടുംബം ഒരു ദേവാലയമായി മാറി. സന്തോഷവും സമാധാനവും ഐശ്വര്യവും കളിയാടി. അത് നഷ്ടപ്പെടാതിരിക്കാനാണ് സക്കേവൂസ് വിവേകത്തോടെ പ്രവർത്തിക്കുന്നത്. ഈ ലോകത്തും പരലോകത്തും അഡ്രസ്സുള്ള കുടുംബമായി സക്കേവൂസിൻ്റെ കുടുംബം മാറി. സക്കേവൂസിൻ്റെ കുടുംബം ബൈബിൾ പ്രസിദ്ധമായി തീർന്നു. പ്രിയമുള്ളവരെ, മനസ്സ് വെച്ചാൽ നമുക്കും ഇതുപോലെ സാധിക്കും. ആർത്തിയും സ്വാർത്ഥതയും അവസാനിപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് തൃപ്തരായി സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.